ജീവിതത്തിന്റെ മുക്കാൽ പങ്കും മിലാനിൽ ചെലവഴിച്ച അക്യൂട്ടീസ് എല്ലാ വർഷവും ഈസ്റ്റർ കാലത്ത് അസിസി സന്ദർശിക്കാറുണ്ടായിരുന്നു. ബാലനായ അക്യൂട്ടീസിന് ഏറെ പ്രിയപ്പെട്ട ഇടമായിരുന്നു ഇവിടെ. അക്യൂട്ടീസിന്റെ ആഗ്രഹപ്രകാരമായിരുന്നു മരണശേഷം ഇവിടെ അടക്കം ചെയ്തത്. തിരു ശുശ്രൂഷയിലൂടെ സംഭവിച്ച അത്ഭുതങ്ങൾ ലോകത്തെ അറിയിക്കുന്നതിനായി ഓൺലൈൻ പ്രദർശനങ്ങൾ രൂപകൽപ്പന ചെയ്യുകയായിരുന്നു ജീവിതത്തിലെ അക്യൂട്ടീസിന്റെ പ്രധാന കർമ്മം. കമ്പ്യൂട്ടറിലും വിവരസാങ്കേതിക വിദ്യയിലും അക്യൂട്ടീസിനുണ്ടായിരുന്ന പ്രാവീണ്യം കണക്കിലെടുത്ത് IT പ്രൊഫഷണലുകളുടെ പുണ്യാളൻ എന്നൊരു പേരുകൂടി ഇപ്പോൾ ഈ വിശുദ്ധന് ലഭിച്ചു കഴിഞ്ഞു. 2006 അതീവ ഗുരുതരമായ രക്താർബുദത്തിന് കീഴടങ്ങുകയായിരുന്നു അക്യൂട്ടീസ്. 1990കളിൽ ജനിച്ചവരെ പരാമർശിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് മില്ലേനിയൽ എന്നത്. കാർലോ അക്യൂട്ടീസ് കത്തോലിക്ക സഭയുടെ ആദ്യ മില്ലേനിയൽ വിശുദ്ധനായി മാറുകയാണ്. 2020 ബ്രസീലിയയിൽ ഒരു കൗമാരക്കാരന്റെ അപൂർവമായ ഒരുതരം പാൻക്രിയാറ്റിക് ക്യാൻസർ ഭേദമാക്കിയത് അക്യൂട്ടീസിന്റെ അത്ഭുത പ്രവൃത്തിയായി മാർപ്പാപ്പ അംഗീകരിച്ചിരുന്നു. തുടർന്നായിരുന്നു വിശുദ്ധ പദവിയിലേക്ക് എത്തുന്നതിനുള്ള ആദ്യപടിയായ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കൽ നടന്നത്. ഈ വർഷം ആദ്യം ഫ്ലോറൻസിലെ ഒരു വിദ്യാർത്ഥിക്ക് മസ്തിഷ്കത്തിൽ ഉണ്ടായ രക്തസ്രാവം സുഖപ്പെട്ടത് രണ്ടാമത് അത്ഭുത പ്രവൃത്തിയായി മാർപ്പാപ്പ അംഗീകരിച്ചു.